സാലറി ചലഞ്ചിന്റെ ഭാഗമായി ശമ്പളം നൽകാൻ വീഴ്ച വരുത്തിയവരുടെ പണം പിടിക്കാൻ പുതിയ മാർഗനിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ സമ്മതം നൽകിയിട്ടും തുക അടയ്ക്കാത്തവരുടെ ശമ്പളം പിടിക്കാൻ ധനവകുപ്പ് ഉത്തരവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേർന്നുണ്ട്. പ്രശാന്ത്, എന്ത് നീക്കത്തിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്? എന്താണ് ഉത്തരവ്? ജയലക്ഷ്മി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം പിടിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ സമ്മതപത്രം നൽകിയ ജീവനക്കാരിൽ നിന്ന് പോലും ഈ ശമ്പളം പിരിച്ചെടുക്കുന്നതിന് DDOമാർ വീഴ്ച വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് DDOമാരുടെ ശമ്പളം തടയുന്ന ഒരു നടപടി ഉണ്ടായി. ഈ ഒരു അവസരത്തിലാണ് ധനവകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. അതായത് ഈ സമ്മതപത്രം നൽകിയ ശേഷവും ശമ്പളം പിടിച്ചിട്ടില്ലാത്ത ജീവനക്കാരിൽ നിന്ന് ഒറ്റത്തവണയായി ശമ്പളം പിടിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വീഴ്ച വരുത്തിയ DDOമാരുടെ ശമ്പളം തടഞ്ഞ നടപടി മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ സമ്മതപത്രം നൽകിയവരുടെ ഈ സാലറി ചലഞ്ചിലേക്കുള്ള വിഹിതം, അതായത് 5 ദിവസത്തിൽ കുറയാത്ത വിഹിതം പിരിച്ചെടുക്കാൻ, ഒറ്റത്തവണയായി പിരിച്ചെടുക്കാനുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കൂടുതലായും ഈ സാലറി ചലഞ്ചിന്റെ ഭാഗമായവരിൽ ബഹുഭൂരിപക്ഷവും ഭരണപക്ഷ സംഘടനയിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ DDOമാരും ഭരണപക്ഷ സംഘടനയിൽപ്പെട്ടവർ തന്നെയായിരുന്നു. ശരി പ്രശാന്ത്.